വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് മലയാളികൾ. വിപണികളിലെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ നിന്ന് അശ്വിൻ ഡിയാഗോ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. വിഷുവിനെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികളുള്ളത്. ഞാനിപ്പോഴുള്ളത് തിരുവനന്തപുരത്തെ ഏറ്റവും തിരക്കേറിയ ചാല മാർക്കറ്റിലാണ്. ചാല മാർക്കറ്റിൽ നമുക്കറിയാം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം ലഭിക്കുന്ന ഒരു മാർക്കറ്റാണ് ഇവിടെ. ആഘോഷങ്ങൾ ഏതായാലും മലയാളികൾ ആദ്യം എത്തുക, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാർ ആദ്യം എത്തുക ചാല മാർക്കറ്റിലാണ്. ചാല മാർക്കറ്റിൽ ഇപ്പോൾ കണി ഒരുക്കുന്നതിനുള്ള സാധനങ്ങളെല്ലാം തന്നെ ഈ റോഡിൽ നിരന്നിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് ഇരുട്ടി വെളുത്തു കഴിഞ്ഞാൽ നാളെ വിഷുവാണ്. അതുകൊണ്ട് തന്നെ അവസാന റൗണ്ടിൽ എല്ലാ സാധനങ്ങളും ഒക്കെ ഒരുക്കി വെച്ച് കണ്ണനെ കണി കണ്ട് പുതിയൊരു വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളികളുള്ളത്. ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം വലിയ തിരക്കാണ് ചാല മാർക്കറ്റിൽ അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. ചേച്ചി, വിഷുവൊക്കെ ഏതുവരെയായി? സാധനങ്ങളൊക്കെ വാങ്ങിയോ? വാങ്ങി 2 ദിവസം മുതലേ തന്നെ സാധനം വാങ്ങിയോ? അത് ഇന്ന് വാങ്ങാൻ വരുന്നത്? ഇന്ന് വരുന്നതേ ഉള്ളൂ. വിലയൊക്കെ എങ്ങനെയുണ്ട് ചേച്ചി സാധനങ്ങളുടെ? എല്ലാം കുഴപ്പമില്ല, ഒരുവിധം. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഈ സൈഡ് മുഴുവൻ കണിവെള്ളരി, കണിമത്തൻ, അതുപോലെ തന്നെ പൈനാപ്പിൾ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ചേട്ടാ, എങ്ങനെയുണ്ട്? ആളുകളൊക്കെ വന്നു തുടങ്ങിയോ? ആളുകളൊക്കെ ഉണ്ട്, അത്യാവശ്യം പോകുന്നുണ്ടല്ലോ. പക്ഷേ വില ഏതാ? എല്ലാം റേറ്റ് കൂടുതലല്ലേ എല്ലാത്തിനും. നമുക്ക് വിൽക്കുന്നതിനും വാങ്ങിക്കുന്നതിനും എല്ലാം റേറ്റ് കൂടുതൽ. ആൾക്കാർക്ക് അത് മേടിക്കാനും പറ്റുന്നില്ല, നമുക്ക് അവിടെ സാധനം എടുക്കാനും പറ്റുന്നില്ല. വിഷുവൊക്കെ ഏതുവരെ? ഇനി ഇല വാങ്ങിക്കണം, സദ്യ ഉണ്ടാക്കണം, കണി വെക്കണം. അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ആയോ? ഓയ്, എല്ലാം ആയി. നേരത്തെ തന്നെ ഇതിന്റെ പണികളൊക്കെ തുടങ്ങിയായിരുന്നു? ഇല്ല, ഇന്ന് രാവിലെ തുടങ്ങിയതേ ഉള്ളൂ. ഇന്ന് പെട്ടെന്ന് വന്ന് സാധനങ്ങൾ, അവസാന സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി വീടൊക്കെ തൂത്ത് തുടച്ചെല്ലാം ഇട്ടിട്ട് വന്നു. ഇനി വൈകുന്നേരം കണി വെക്കണം. സാധനങ്ങളായി ചേച്ചി വാങ്ങിച്ചേ? വെള്ളരി, പച്ചക്കറി എല്ലാം വാങ്ങിച്ചു. കണിമത്തൻ, കണി വെള്ളരി, പിന്നെ മാങ്ങ, പഴം, ഇതെല്ലാം വാങ്ങിച്ചു. ചേട്ടാ, ഇലയുടെ വിലയൊക്കെ എങ്ങനെയാണ്? ഇല 1 ഇല 7 രൂപ. 10 70 രൂപ. ആളുകളൊക്കെ വന്നു തുടങ്ങിയോ? ആളുകൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇലയൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? തമിഴ്നാട്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ അശ്വിൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.